വെൽക്കം ബാക്ക് ടു CI എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിലെ ഡയറി ടെക്നോളജിയിൽ വരുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതിലെ കണ്ടിന്യൂവേഷൻ ക്ലാസ് ആണ് മാർക്കറ്റ് മിൽക്ക്, കളക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മിൽക്ക്, ഫിൽട്രേഷൻ, ക്ലാരിഫിക്കേഷൻ. ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. മാർക്കറ്റ് മിൽക്ക് കളക്ഷൻ refers to the process of collecting milk from dairy farmers or producers and transporting it to the processing plants or distribution centers for consumption. മാർക്കറ്റ് മിൽക്ക് കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡയറി ഫാമേഴ്സിൽ നിന്നും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൽ നിന്നൊക്കെ മിൽക്ക് കളക്ട് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ പ്രോസസ്സിംഗ് പ്ലാന്റിലോട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലോട്ടോ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കൺസംഷന് വേണ്ടിയിട്ട് അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് മാർക്കറ്റ് മിൽക്ക് കളക്ഷനിൽ വരുന്നത്. മാർക്കറ്റ് മിൽക്ക് കളക്ഷൻ പ്രോസസ്സിൽ വരുന്നത് എന്തൊക്കെയാണ് അതിൽ വരുന്നത്? മിൽക്ക് പ്രൊഡക്ഷൻ, മിൽക്ക് കളക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ക്വാളിറ്റി ചെക്ക്, പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. ഇതെല്ലാമാണ് ഈ ഒരു മാർക്കറ്റ് മിൽക്ക് കളക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ഇനി നമുക്ക് ഇവ ഓരോന്നും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് 1, മിൽക്ക് പ്രൊഡക്ഷൻ. ഡയറി ഫാമേഴ്സ് പ്രൊഡ്യൂസ് മിൽക്ക് ഓൺ ദെയർ ഫാംസ്. മിൽക്ക് ഈസ് സ്റ്റോർഡ് ഇൻ ബൾക്ക് ടാങ്ക്സ് ഓർ കണ്ടെയ്നേഴ്സ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു മിൽക്ക് പ്രൊഡക്ഷനിൽ വരുന്നത് ഈ ഡയറി ഫാമേഴ്സ് അവരുടെ ഫാമിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു മിൽക്കിനെ ബൾക്ക് ടാങ്ക് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ ഇതിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 2, മിൽക്ക് കളക്ഷൻ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് മിൽക്ക് കളക്ഷൻ. മിൽക്ക് കളക്ടേഴ്സ് ഓർ ഡയറി കോപ്പറേറ്റീവ്സ് കളക്ട് മിൽക്ക് ഫ്രം ഫാംസ്. ഈ ഫാമിൽ നിന്നും എന്ത് ചെയ്യുന്നു? മിൽക്ക് കളക്ടേഴ്സോ അല്ലെങ്കിൽ ഡയറി കോപ്പറേറ്റീവ്സ് വന്നിട്ട് മിൽക്ക് കളക്ട് ചെയ്ത് എടുക്കുന്നു. മിൽക്ക് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു എ സെൻട്രൽ ലൊക്കേഷൻ ഓർ പ്രോസസ്സിംഗ് പ്ലാന്റ്. അതിനുശേഷം ഈ ഒരു മിൽക്കിനെ സെൻട്രൽ ലൊക്കേഷൻ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് പ്ലാന്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പ് വരുന്നത് ക്വാളിറ്റി ചെക്കാണ്. മിൽക്ക് ഈസ് ടെസ്റ്റഡ് ഫോർ ക്വാളിറ്റി ആൻഡ് പ്യൂരിറ്റി. ഈ മിൽക്കിനെ നമ്മൾ അതിൻ്റെ ക്വാളിറ്റിക്കും പ്യൂരിറ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. സാമ്പിൾസ് ആർ ടേക്കൺ ഫോർ ലബോറട്ടറി അനാലിസിസ്. അങ്ങനെ നമ്മൾ ആ മിൽക്കിൻ്റെ സാമ്പിൾസ് ലബോറട്ടറി അനാലിസിസിന് വേണ്ടിയിട്ട് എടുക്കുന്നു. സ്റ്റെപ്പ് 4, ട്രാൻസ്പോർട്ടേഷൻ. മിൽക്ക് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു പ്രോസസ്സിംഗ് പ്ലാന്റ്സ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്. മിൽക്കിന് എന്ത് ചെയ്യുന്നു? പ്രോസസ്സിംഗ് പ്ലാന്റിലോട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലോട്ടോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അവിടെ ഈ മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റെഫ്രിജറേറ്റഡ് കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ടാങ്കുകളിലോ ആയിരിക്കും. അപ്പോൾ അതാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ പറയുന്നത്. നെക്സ്റ്റ് 5th സ്റ്റെപ്പ് വരുന്നത് പ്രോസസ്സിംഗ് ആണ്. Milk is processed into various products. Example, butter, cheese, powder. Products are packaged and prepared for distribution. പഞ്ചാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ഈ മിൽക്കിനെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളാക്കിയിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബട്ടർ, ചീസ്, പൗഡർ അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രൊഡക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റുകളെ എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്തതിന് ശേഷം നമ്മളത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് അതിനെ പ്രിപ്പേർഡാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് സ്റ്റെപ്പ് 6, ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രോസസ്ഡ് മിൽക്ക് പ്രൊഡക്ട്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു റീറ്റെയിലേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അങ്ങനെ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഈ മിൽക്ക് പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീറ്റെയിലേഴ്സിനോട്ടോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനോ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രൊഡക്ട്സ് ആർ സ്റ്റോർഡ് ഇൻ റെഫ്രിജറേറ്റഡ് ഫെസിലിറ്റീസ് ഓർ ഡിസ്പ്ലേഡ് ഓൺ ഷെൽഫ്സ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് മാർക്കറ്റ് മിൽക്ക് കളക്ഷനാണ്. അപ്പോൾ അതിൽ 4 ടൈപ്പ് കളക്ഷൻ പറയുന്നുണ്ട്. ഡയറക്റ്റ് കളക്ഷൻ, കോപ്പറേറ്റീവ് കളക്ഷൻ, പ്രൈവറ്റ് കളക്ഷൻ, സെൻട്രലൈസ്ഡ് കളക്ഷൻ. ഫസ്റ്റ് വരുന്നത് ഡയറക്റ്റ് കളക്ഷനാണ്. മിൽക്ക് കളക്ടേഴ്സ് കളക്ട് മിൽക്ക് ഡയറക്റ്റ്ലി ഫ്രം ഫാമേഴ്സ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു ഡയറക്റ്റായിട്ട് ഫാമിൽ നിന്നും ഈ മിൽക്ക് കളക്ട് ചെയ്യുന്നു. അതാണ് മിൽക്ക് കളക്ടേഴ്സ് മിൽക്ക് കളക്ട് ചെയ്യുന്നു. അതാണ് ഡയറക്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്നത് കോപ്പറേറ്റീവ് കളക്ഷനാണ്. ഡയറി കോപ്പറേറ്റീവ്സ് കളക്ട് മിൽക്ക് ഫ്രം മെമ്പർ ഫാംസ്. അപ്പോൾ അത് കോപ്പറേറ്റീവ് കളക്ഷൻ. പ്രൈവറ്റ് കളക്ഷൻ ആകുമ്പോൾ പ്രൈവറ്റ് കമ്പനീസ് ഈ ഒരു ഫാമിൽ നിന്നും മിൽക്ക് കളക്ട് ചെയ്തെടുക്കുന്നു. സെൻട്രലൈസ്ഡ് കളക്ഷൻ എന്ന് പറയുമ്പോൾ മിൽക്ക് ഈസ് കളക്റ്റഡ് അറ്റ് എ സെൻട്രൽ ലൊക്കേഷൻ ദെൻ ട്രാൻസ്പോർട്ടഡ് ടു പ്രോസസ്സിംഗ് പ്ലാന്റ്സ്. അതാണ് സെൻട്രലൈസ്ഡ് കളക്ഷനിൽ പറയുന്നത്.
മാർക്കറ്റ് മിൽക്ക് കളക്ഷൻ എക്യുപ്മെൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൾക്ക് മിൽക്ക് കൂളേഴ്സ് ഉണ്ടായിരിക്കും, മിൽക്ക് ടാങ്കേഴ്സ് ഉണ്ടായിരിക്കും, റെഫ്രിജറേറ്റഡ് കണ്ടെയ്നേഴ്സ്, മിൽക്ക് കളക്ഷൻ ക്യാൻസ്, ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ സിസ്റ്റംസ്. ഇതൊക്കെയാണ് കളക്ഷൻ എക്യുപ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്. മാർക്കറ്റ് മിൽക്ക് കളക്ഷൻ ചലഞ്ചസ്. ഇനി എന്തൊക്കെ ചലഞ്ചസ് ആണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ആൻഡ് മെയിൻ്റനൻസ് ആണ്. സെക്കൻഡ് വൺ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് കോസ്റ്റ്. തേർഡ് വൺ സീസണൽ ഫ്ലക്ച്വേഷൻസ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ. മിൽക്ക് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന സീസണൽ ഫ്ലക്ച്വേഷൻസ്. കോമ്പറ്റീഷൻ ഫ്രം ഇൻഫോർമൽ മിൽക്ക് മാർക്കറ്റ്സ്. പിന്നെ റെഗുലേറ്ററി കംപ്ലൈൻസ്. ദെൻ ബെസ്റ്റ് പ്രാക്ടീസസ്. നമുക്ക് മിൽക്ക് കളക്ഷനിൽ ഉള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എങ്ങനെയാണ് നടത്താമെന്ന് നോക്കാം. അപ്പോൾ റെഗുലർ ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തുക, പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ്, എഫിഷ്യൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ദെൻ ഫെയർ പ്രൈസിങ് ഫോർ ഫാമേഴ്സ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പിംഗ്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് റെക്കോർഡ് കീപ്പിംഗ്. അപ്പോൾ ഇതാണ് മിൽക്ക് കളക്ഷനിൽ വരുന്ന ബെസ്റ്റ് പ്രാക്ടീസസ്. മാർക്കറ്റ് മിൽക്ക് കളക്ഷൻ സോഫ്റ്റ്വെയർസ്. ഇതിൽ വരുന്ന സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഡയറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ DMS. സെക്കൻഡ് വൺ മിൽക്ക് കളക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം MCMS. തേർഡ് വൺ ഫാം ടു ടേബിൾ സോഫ്റ്റ്വെയർ FTTS. ഫോർത്ത് വൺ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ SCMS. അപ്പോൾ ഈ ഒരു 4 സോഫ്റ്റ്വെയർസാണ് ഈ ഒരു മാർക്കറ്റ് മിൽക്ക് കളക്ഷനിൽ വരുന്നത്. റെഗുലേഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ മാർക്കറ്റ് മിൽക്ക് കളക്ഷൻ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇൻ്റർനാഷണൽ റെഗുലേഷൻസ് ആണ്. അപ്പോൾ അതിൽ വരുന്നത് ഫസ്റ്റ് വൺ ഇൻ്റർനാഷണൽ ഡയറി ഫെഡറേഷൻ IDF സ്റ്റാൻഡേർഡ്സ്. ദെൻ സെക്കൻഡ് വൺ കോഡെക്സ് എലിമെൻ്റേറിയസ് കമ്മീഷൻ ഗൈഡ് ലൈൻസ്. തേർഡ് വൺ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇൻ്റർനാഷണൽ റെഗുലേഷൻസ്. ഇനി US റെഗുലേഷൻ നോക്കുകയാണെങ്കിൽ FDA ഗൈഡ് ലൈൻ, USDA regulations, National Conference on Interstate Milk Shipment NCIMS. ഇത് മൂന്നുമാണ് US റെഗുലേഷനിൽ വരുന്നത്. EU റെഗുലേഷൻസ്. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ EU മിൽക്ക് ഹൈജീൻ റെഗുലേഷൻസ്. സെക്കൻഡ് വൺ EU ഡയറി പ്രൊഡക്ട്സ് റെഗുലേഷൻസ്. മൂന്നാമതായി വരുന്നത് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഗൈഡ് ലൈൻസ് EFSA ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇത് മൂന്നുമാണ് EU റെഗുലേഷൻസിൽ വരുന്നത്. ഇനി നമുക്ക് നാഷണൽ റെഗുലേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FASI. ദെൻ ചൈനയാണെന്നുണ്ടെങ്കിൽ നാഷണൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഫോർ മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ്. ബ്രസീലിലാവുമ്പോൾ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, ലൈവ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് സപ്ലൈ MAPA. അപ്പോൾ ഇത് മൂന്നാണ് നാഷണൽ റെഗുലേഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ്സ് ഫോർ മാർക്കറ്റ് മിൽക്ക് കളക്ഷനാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ISO 22000 ആണ്. അത് പറയുന്നത് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻ്റ് ആണ്. സെക്കൻഡ് വരുന്നൊരു സ്റ്റാൻഡേർഡാണ് ISO 9001 ക്വാളിറ്റി മാനേജ്മെൻറ്റ്. തേർഡ് വൺ HACCP ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിൻ്റ്. നാലാമത്തെയാണ് GAP GAP ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. ഫിഫ്ത്ത് വൺ വരുന്നത് OIE ആണ്, വേൾഡ് ഓർഗനൈസേഷൻ ഫോർ എനിമൽ ഹെൽത്ത് ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇത് മൂന്നാണ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സർട്ടിഫിക്കേഷൻസ് ആണ്. ISO 22000 സർട്ടിഫിക്കേഷൻ, ഹസാബ് സർട്ടിഫിക്കേഷൻ, ഓർഗാനിക് സർട്ടിഫിക്കേഷൻ, എക്സാമ്പിൾ USDA ഓർഗാനിക്. ദെൻ ഹലാൽ സർട്ടിഫിക്കേഷൻ, കോഷർ സർട്ടിഫിക്കേഷൻ. ഇത്രയാണ് സർട്ടിഫിക്കേഷനിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. കൂളിംഗ്. മിൽക്ക് ഈസ് കൂൾഡ് ടു 4 degrees Celsius ഓർ ബിലോ ടു സ്ലോ ബാക്ടീരിയൽ ഗ്രോത്ത് ആൻഡ് പ്രിസർവ് ക്വാളിറ്റി. അതായത് നമ്മൾ ഈ ബാക്ടീരിയൽ ഗ്രോത്തിനെ, മിൽക്കിലുള്ള ബാക്ടീരിയൽ ഗ്രോത്തിനെ സ്ലോ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റീനെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി മിൽക്ക് നമ്മളൊരു 4 degrees Celsius അല്ലെങ്കിൽ അതിലും താഴെയായിട്ട് ഇതിനെ കൂൾ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി കൂളിംഗ് മെത്തേഡുകളായിട്ട് വരുന്നത് ബൾക്ക് ടാങ്ക് കൂളിംഗ്, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഐസ് ബാങ്ക് കൂളിംഗ്, വാപ്പർ കംപ്രസർ കൂളിംഗ്. ഇതെല്ലാമാണ് ഈ ഒരു കൂളിംഗ് മെത്തേഡിൽ വരുന്നത്. കൂളിംഗ് മെത്തേഡ്സ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബൾക്ക് ടാങ്ക് കൂളിംഗ് ആണ്.
Milk is cooled in bulk tank using cooling system such as plate heat exchanger or a vapor compressor cooler. അപ്പോൾ ബൾക്ക് ടാങ്ക് കൂളിങ്ങിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഈ മിൽക്കിന് നമ്മൾ ഒരു ബൾക്ക് ടാങ്കിൽ കൂളിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്തിട്ട്, അതായത് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറോ അല്ലെങ്കിൽ ഒരു വാപ്പർ കംപ്രഷൻ കൂളറോ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, മിൽക്കിനെ കൂൾ ചെയ്യുന്നു. അതാണ് ബൾക്ക് ടാങ്ക് കൂളിങ്ങിൽ വരുന്നത്. ഇത് തന്നിരിക്കുന്നത് ഒരു ബൾക്ക് ടാങ്ക് കൂളറാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ദീസ് ഡിവൈസസ് യൂസേഴ്സ് എ സീരീസ് ഓഫ് പ്ലേറ്റ് ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ദ മിൽക്ക് ടു എ കൂളിംഗ് മീഡിയം സച്ച് ആസ് വാട്ടർ ഓർ ഗ്ലൈക്കോൾ. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് എന്ന് പറയുന്നത് അതൊരു ഡിവൈസാണ്. അതിലൊരു സീരീസ് ഓഫ് പ്ലേറ്റ്സ് ഉണ്ടായിരിക്കും. അതാണ് മിൽക്കിൽ നിന്നുള്ള ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു കൂളിംഗ് മീഡിയത്തിലോട്ട്, അതായത് വാട്ടറോ അല്ലെങ്കിൽ ഗ്ലൈക്കോൾ പോലുള്ള ഒരു കൂളിംഗ് മീഡിയത്തിലോട്ട് ഹീറ്റിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. തന്നിരിക്കുന്നത് ഒരു പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ ഒരു ഇമേജാണ് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഐസ് ബാങ്ക് കൂളിംഗ് ആണ്. ദിസ് മെത്തേഡ് യൂസേഴ്സ് എ ടാങ്ക് ഫിൽഡ് വിത്ത് ഐസ് ടു കൂൾ ദ മിൽക്ക്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഒരു ടാങ്ക് ഉണ്ടായിരിക്കും. ആ ടാങ്കിൽ ഐസ് ക്യൂബുകൾ അല്ലെങ്കിൽ ഐസ് വെച്ചിട്ട് ഫിൽഡ് ആയിട്ടുള്ളൊരു ടാങ്കാണ് ഉണ്ടായിരിക്കുക ടു കൂൾ ദ മിൽക്ക്, മിൽക്കിനെ കൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദ ഐസ് ഈസ് ടിപ്പിക്കലി മെയ്ഡ് ഫ്രം വാട്ടർ ഓർ എ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് എ ഫ്രീസിങ് പോയിൻറ്റ് ഡിപ്രസൻറ്റ്. അപ്പോൾ ഈ ഒരു ഐസ് ടിപ്പിക്കലി അത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് വെള്ളത്തിൽ നിന്നോ അല്ലെങ്കിൽ വാട്ടറും അതുപോലെ തന്നെ ഒരു ഫ്രീസിങ് പോയിൻ്റ് ഡിപ്രസൻറ്റും അതിൻ്റെ ഒരു മിക്സ്ചർ കൊണ്ടൊക്കെ ആയിരിക്കും ഈ ഒരു ഐസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഐസ് ബാങ്ക് കൂളിങ്ങിൽ വരുന്നത്. ഫോർത്ത് പറയുന്നത് വാപ്പർ കംപ്രഷൻ കൂളിംഗ് ആണ്. ദിസ് മെത്തേഡ് യൂസസ് എ റെഫ്രിജറൻറ്റ് ടു കൂൾ ദ മിൽക്ക്. മിൽക്കിനെ കൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിൽ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ദ റെഫ്രിജറൻറ്റ് ഈസ് കംപ്രസ്ഡ്, കണ്ടൻസ്ഡ് ആൻഡ് ദെൻ എക്സ്പാൻഡഡ് ടു അബ്സോർബ് ഹീറ്റ് ഫ്രം ദ മിൽക്ക്. അപ്പോൾ ഈ ഒരു റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്തതായിരിക്കും, കണ്ടൻസ്ഡ് ചെയ്തിട്ടുള്ളതാണ്, അതിനുശേഷം എക്സ്പാൻഡഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ടു അബ്സോർബ് ദ ഹീറ്റ് ഫ്രം ദ മിൽക്ക്, മിൽക്കിൽ നിന്നുമുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് കൂളിംഗ് പ്രോസസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂളിംഗ് പ്രോസസ്സുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് പ്രീ കൂളിംഗ് ആണ്. മിൽക്ക് ഈസ് പ്രീ കൂൾഡ് ടു അറൗണ്ട് 10 ഡിഗ്രി സെൽഷ്യസ് ടു റിഡ്യൂസ് ദ ലോഡ് ഓൺ ദ കൂളിംഗ് സിസ്റ്റം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ വരുന്നത് പ്രീ കൂളിംഗ് ആണ്. അപ്പോൾ ഈ മിൽക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അറൗണ്ട് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് വരെ പ്രീ കൂൾഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിലുള്ള ആ ഒരു ലോഡിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സെക്കൻഡ് കൂളിംഗ് ആണ് വരുന്നത്. മിൽക്ക് ഈസ് കൂൾഡ് ടു 4 ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ യൂസിങ് വൺ ഓഫ് ദ കൂളിംഗ് മെത്തേഡ് മെൻഷൻഡ് എബോ. അപ്പോൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കൂളിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് മിൽക്കിനെ ഒരു 4 ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് കൂൾ ചെയ്ത് വെക്കുന്നു. ഇതാണ് കൂളിംഗിൽ വരുന്നത്. നെക്സ്റ്റ് ഹോൾഡിംഗ് ആണ് വരുന്നത്. മിൽക്ക് ഈസ് ഹെൽഡ് അറ്റ് ദ കൂൾഡ് ടെമ്പറേച്ചർ അൺടിൽ ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ പ്രോസസ്സിംഗ് പ്ലാന്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. അപ്പോൾ ഈ ഒരു മിൽക്കിനെ നമ്മൾ ആ ഒരു കൂൾഡ് ടെമ്പറേച്ചറിൽ തന്നെ നമ്മളതിനെ ഹെൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഒരു പ്രോസസ്സിംഗ് പ്ലാന്റിലോട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റിലോട്ടോ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെയും നമ്മൾ അതിനെ ആ ഒരു കൂളിംഗ് ടെമ്പറേച്ചറിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ. ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ സെൻസേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടെമ്പറേച്ചർ സെൻസേഴ്സ് ആർ യൂസ്ഡ് ടു മോണിറ്റർ ദ ടെമ്പറേച്ചർ ഓഫ് ദ മിൽക്ക് ഡ്യൂറിങ് കൂളിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. കൂളിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തുമൊക്കെ ഈ ഒരു മിൽക്കിൻ്റെ ടെമ്പറേച്ചറിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഡാറ്റ ലോഗേഴ്സ് ആണ്. ഡാറ്റ ലോഗേഴ്സ് ആർ യൂസ്ഡ് ടു റെക്കോർഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ മിൽക്ക് ഓവർ ടൈം. അപ്പോൾ ഡാറ്റ ലോഗേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മിൽക്കിലുള്ള ആ ഒരു ടെമ്പറേച്ചറിനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡാറ്റ ലോഗേഴ്സ് യൂസ് ചെയ്യുന്നത്. മൂന്നാമതായി പറയുന്നത് അലാംസ് ആണ്. അലാംസിൽ പറയുന്നത് അലാംസ് ആർ സെറ്റ് ടു അലേർട്ട് പേഴ്സണൽസ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ മിൽക്ക് എക്സീഡ്സ് എ സർട്ടൻ ലിമിറ്റ്.
ആ മിൽക്കിലെ ടെമ്പറേച്ചർ ഒരു സെർട്ടൈൻ ലിമിറ്റിലോട്ട് അത് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അലാംസ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടെമ്പറേച്ചർ സെൻസേഴ്സിൽ ഫസ്റ്റ് വരുന്നത് തെർമോ കപ്പിൾസ് ആണ്. തെർമോ കപ്പിൾസ് ആർ വൈഡ്ലി യൂസ്ഡ് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഇൻ മിൽക്ക് കൂളിംഗ് സിസ്റ്റംസ്. അപ്പോൾ മിൽക്ക് കൂളിംഗ് സിസ്റ്റത്തിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ സെൻസേഴ്സാണ് തെർമോ കപ്പിൾസ് എന്ന് പറയുന്നത്. ദേ കൺസിസ്റ്റ് ഓഫ് 2 dissimilar metals joined together which generate a voltage proportional to the temperature. അപ്പോൾ അതിലെന്തുണ്ടായിരിക്കും, 2 ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ടായിരിക്കും, അത് ജോയിൻ ടുഗദർ ആയിരിക്കും. അത് എന്ത് ചെയ്യുന്നു, ഈ ഒരു ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡായി പറയുന്ന ഒരു ടെമ്പറേച്ചർ സെൻസറാണ് RTDS എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ്. RTDS measures temperature by detecting changes in electrical resistance. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നതാണ് ഈ ഒരു RTDS എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നത്. They are accurate and stable but slower than thermocouples. അപ്പോൾ ഇത് ആക്യുറേറ്റ് ആണ്, സ്റ്റേബിൾ ആയിരിക്കും, പക്ഷേ തെർമോകപ്പിൾസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് സ്ലോ ആയിരിക്കും. മൂന്നാമതായിട്ട് വരുന്ന ഒരു സെൻസറാണ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ്. ഇൻഫ്രാറെഡ് സെൻസേഴ്സ് മെഷർ ടെമ്പറേച്ചർ ബൈ ഡിറ്റക്റ്റിംഗ് റേഡിയേഷൻ എമിറ്റഡ് ബൈ ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റ് എമിറ്റ് ചെയ്യുന്ന ഈ ഒരു റേഡിയേഷനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് ഇത് ഈ ഒരു ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്. ദേ ആർ നോൺ കോണ്ടാക്ട് ആൻഡ് ക്യാൻ മെഷർ ടെമ്പറേച്ചർ ക്വിക്ക്ലി. ഇവ നോൺ കോണ്ടാക്റ്റ് ആണ്, മാത്രമല്ല ഇതിന് വളരെ പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് ഡാറ്റ ലോഗേഴ്സ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഡാറ്റ ലോഗേഴ്സിൽ ഫസ്റ്റ് പറയുന്നത് ഡിജിറ്റൽ ഡാറ്റ ലോഗേഴ്സ് ആണ്. ഡിജിറ്റൽ ഡാറ്റ ലോഗേഴ്സ് റെക്കോർഡ് ടെമ്പറേച്ചർ ഡാറ്റ ഇലക്ട്രോണിക്കലി. അപ്പോൾ ഇലക്ട്രോണിക്കലി ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ ഡാറ്റ അത് റെക്കോർഡ് ചെയ്യുന്നു. ദേ ക്യാൻ സ്റ്റോർ ഡാറ്റ ഫോർ എക്സ്റ്റെൻഡഡ് പീരിയഡ്സ് ആൻഡ് ഓഫൺ ഹാവ് അലാം ഫങ്ഷൻസ്. അപ്പോൾ ഇതൊരു എക്സ്റ്റെൻഡഡ് പീരീഡ്സ് വരെ ഇതിന് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാതെ ഇതിനൊരു അലാം ഫങ്ഷൻ കൂടി ഉണ്ടായിരിക്കും. രണ്ടാമതായിട്ട് വരുന്നത് ചാർട്ട് റെക്കോർഡേഴ്സ് ആണ്. ചാർട്ട് റെക്കോർഡേഴ്സിൽ വരുന്നത് ചാർട്ട് റെക്കോർഡ്സ് പ്ലോട്ട് ടെമ്പറേച്ചർ ഡാറ്റ ഓൺ എ ഫിസിക്കൽ ചാർട്ട്. ഒരു ഫിസിക്കൽ ചാർട്ടിലായിട്ട് ഈ ഒരു ടെമ്പറേച്ചർ ഡാറ്റ പ്ലോട്ട് ചെയ്യുന്നു. ഈ ഒരു ചാർട്ട് റെക്കോർഡേഴ്സ് പ്ലോട്ട് ചെയ്ത് വയ്ക്കുന്നു. ദേ പ്രൊവൈഡ് എ വിഷ്വൽ റെക്കോർഡ് ഓഫ് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ അത് നമുക്കൊരു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസിൻ്റെ ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു റെക്കോർഡാണ് തരുന്നത്. നെക്സ്റ്റ് വരുന്നത് അലാം സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്ന അലാം സിസ്റ്റമാണ് ഹൈ ടെമ്പറേച്ചർ അലാംസ്. അലാം സൗണ്ട് ഓർ സെൻഡ് എ നോട്ടിഫിക്കേഷൻ വെൻ ദ മിൽക്ക് ടെമ്പറേച്ചർ എക്സീഡ് എ സെറ്റ് ലിമിറ്റ്. അപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലിമിറ്റിൽ നിന്നും മിൽക്കിൻ്റെ ടെമ്പറേച്ചർ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഇത് അലാം സൗണ്ടോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് സെൻഡ് ചെയ്യുന്നു. അതാണ് ഹൈ ടെമ്പറേച്ചർ അലാമിൽ വരുന്നത്. രണ്ടാമതായി പറയുന്ന അലാം സിസ്റ്റമാണ് ലോ ടെമ്പറേച്ചർ അലാംസ്. അലാം സൗണ്ട് ഓർ സെൻഡ് നോട്ടിഫിക്കേഷൻ വെൻ ദ മിൽക്ക് ടെമ്പറേച്ചർ ഫോൾസ് ബിലോ എ സെറ്റ് ലിമിറ്റ്. നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ലിമിറ്റിലും താഴെയായിട്ട് ടെമ്പറേച്ചർ ഫോൾ ചെയ്യുകയാണെങ്കിൽ, മിൽക്കിൻ്റെ ടെമ്പറേച്ചർ ഫോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലാം സൗണ്ടോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസോ സെൻഡ് ചെയ്യുന്നു. അതാണ് ലോ ടെമ്പറേച്ചർ അലാം സിസ്റ്റത്തിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. മിൽക്ക് ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ഫാമേഴ്സ് ടു പ്രോസസ്സിംഗ് പ്ലാന്റ് ഓർ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്. മിൽക്ക് നമ്മൾ ഫാമിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പ്രോസസ്സിംഗ് പ്ലാന്റിലോട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലോട്ടോ എത്തിക്കുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മോഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റെഫ്രിജറേറ്റഡ് ട്രക്സ് അല്ലെങ്കിൽ ടാങ്കേഴ്സ്, ഇൻസുലേറ്റഡ് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ബൾക്ക് ടാങ്ക്സ്, റെയിൽ ഓർ സീ ട്രാൻസ്പോർട്ടേഷൻ ഫോർ എ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ റെയിൽ അല്ലെങ്കിൽ സീ ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൺട്രോൾ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്തുള്ള ടെമ്പറേച്ചർ കൺട്രോൾ നോക്കാം. മെയിൻറ്റെയിനിങ് 4 ഡിഗ്രി സെൽഷ്യസ് ഓർ ബിലോ. അവിടെയുള്ള ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസോ അല്ലെങ്കിൽ അതിൽ താഴെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം.
മോണിറ്ററിങ് ടെമ്പറേച്ചർ വിത്ത് ഡാറ്റ ലോഗേഴ്സ് ഓർ സെൻസേഴ്സ്. നമ്മൾ ഡാറ്റ ലോഗേഴ്സോ അല്ലെങ്കിൽ സെൻസേഴ്സോ യൂസ് ചെയ്തിട്ട് ഈ ഒരു ടെമ്പറേച്ചറിനെ മോണിറ്റർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നത് എക്യുപ്മെൻറ്റ്സ്. ഇവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബൾക്ക് ടാങ്ക്സ്, പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഐസ് ബാങ്ക് കൂളേഴ്സ്, വാപ്പർ കംപ്രഷൻ കൂളേഴ്സ്, റെഫ്രിജറേറ്റഡ് ട്രക്സ് ഓർ ടാങ്കേഴ്സ്, insulated containers or bulk tanks, data loggers or sensors for temperature monitoring. ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫിൽട്രേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആണ്. ഫിൽട്രേഷൻ ഓർ ക്ലാരിഫിക്കേഷൻ. ഫിൽട്രേഷൻ മെത്തേഡുകൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. മൈക്രോ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ, നാനോ ഫിൽട്രേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ മൈക്രോ ഫിൽട്രേഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാക്ടീരിയാസ്, റിമൂവ് ബാക്ടീരിയ, സൊമാറ്റിക് സെൽസ് ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ മറ്റുള്ള മൈക്രോ ഓർഗാനിസത്തിനെയും അതുപോലെ തന്നെ സൊമാറ്റിക് സെൽസ്, ബാക്ടീരിയ എന്നിവയെ റിമൂവ് ചെയ്യുന്നു. അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ UF ആണെങ്കിൽ റിമൂവ് പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് അതർ മൈക്രോ മോളിക്യൂൾസ്. അപ്പോൾ അൾട്രാ ഫിൽട്രേഷനിൽ വരുന്നത് പ്രോട്ടീൻ, ഫാറ്റ്, മറ്റുള്ള മാക്രോ മോളിക്യൂൾസ് ഇതിനൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് അൾട്രാ ഫിൽട്രേഷനിൽ വരുന്നത്. തേർഡ് വൺ നാനോ ഫിൽട്രേഷൻ ആണ്. ഇറ്റ് റിമൂവ്സ് സ്മോൾ മോളിക്യൂൾസ്, അയോൺസ് ആൻഡ് വാട്ടർ. അപ്പോൾ വാട്ടർ, സ്മോൾ മോളിക്യൂൾസ് അതുപോലെ തന്നെ അയോൺസ് ഇതിനൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് നാനോ ഫിൽട്രേഷൻ. ദെൻ ഫോർത്ത് വൺ ആണ് റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ RO. ഇറ്റ് റിമൂവ്സ് വാട്ടർ ആൻഡ് സ്മോൾ മോളിക്യൂൾസ്. ഇതെന്തിനൊക്കെ റിമൂവ് ചെയ്യുന്നത്? വാട്ടറും അതുപോലെ തന്നെ സ്മോൾ മോളിക്യൂൾസിനെയുമാണ് റിവേഴ്സ് ഓസ്മോസിസിലൂടെ റിമൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ മെത്തേഡ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് മൈക്രോ ഫിൽട്രേഷൻ അല്ലെങ്കിൽ MF. ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ MF യൂസേഴ്സ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ with pores smaller than 1 ppm to separate particles and microorganisms from milk. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൈക്രോ ഫിൽട്രേഷൻ ഇവിടെ ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പോർ സൈസ് എന്ന് പറയുന്നത് സ്മോളർ ദാൻ 1 ppm ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സെപ്പറേറ്റ് പാർട്ടിക്കിൾസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് ഫ്രം മിൽക്ക്. അപ്പോൾ മിൽക്കിൽ നിന്നുള്ള മൈക്രോ ഓർഗാനിസത്തിനെയും അതുപോലെ തന്നെ പാർട്ടിക്കിൾസൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ചെറിയ പോർ സൈസുള്ള സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻസ് ആണ് ഈ ഒരു MFൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ റിമൂവൽ ഓഫ് ബാക്ടീരിയ, സൊമാറ്റിക് സെൽസ് ആൻഡ് അതർ മൈക്രോ ഓർഗാനിസംസ്. ബാക്ടീരിയ, സൊമാറ്റിക് സെൽസ് പിന്നെ മറ്റുള്ള മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ഇത് റിമൂവ് ചെയ്യുന്നു. റിഡക്ഷൻ ഓഫ് സ്പോർ ഫോമിംഗ് ബാക്ടീരിയ, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് മിൽക്ക് മൈക്രോബിയൽ ക്വാളിറ്റി. അപ്പോൾ എന്താണ് സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ റിഡക്ഷൻ, പിന്നെ മിൽക്കിൻ്റെ മൈക്രോബിയൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഈ ഒരു മൈക്രോ ഫിൽട്രേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. MF മെംബ്രെയിൻസ്. ഇവിടെ യൂസ് ചെയ്യുന്ന മെംബ്രെയിനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സെറാമിക് മെംബ്രെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പോളിമറിക് മെംബ്രെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളി പ്രൊപ്പലൈൻ അതുപോലെ തന്നെ പോളി വിനൈലിഡിൻ ഫ്ലൂറൈഡ്. അപ്പോൾ ഇതൊക്കെ ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന പോളിമറിക് മെംബ്രെയിൻസ്. ദെൻ മെംബ്രെയിൻ മൊഡ്യൂൾസും യൂസ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പൈറൽ വൂണ്ട്, ഹോളോ ഫൈബേഴ്സ് അതൊക്കെയാണ് മെംബ്രെയിൻ മൊഡ്യൂൾസിൽ വരുന്നത്. അപ്പോൾ ഈ 3 മെംബ്രെയിൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു? സെറാമിക് മെംബ്രെയിൻസ്, പോളിമറിക് മെംബ്രെയിൻസ്, മെംബ്രെയിൻ മൊഡ്യൂൾസ്. ഇനി നാലാമതായിട്ട് പറയുന്നത് ഓപ്പറേറ്റിംഗ് കണ്ടീഷനാണ്. അവിടെ വരുന്ന ടെമ്പറേച്ചർ ഒരു 50 to 60 ഡിഗ്രി ആയിരിക്കണം. പ്രഷർ 1 to 3 bars ആയിരിക്കണം. ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 1 to 5 m³/h ആയിരിക്കണം. അപ്പോൾ ഇതാണ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. ഇനിയിപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഹൈ റിമൂവൽ എഫിഷ്യൻസി ഫോർ മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്നതിൽ ഒരു ഹൈ റിമൂവൽ എഫിഷ്യൻസിയാണ് അത് കാണിക്കുന്നത്. ദെൻ ലോ എനർജി കൺസംഷനാണ്, ഈസി ടു ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻ. ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ മേ നോട്ട് റിമൂവ് ഓൾ വൈറസസ് ഓർ സ്മോളസ്റ്റ് ബാക്ടീരിയ. ഇത് എല്ലാ വൈറസുകളെയും അതുപോലെ തന്നെ ചെറിയ ബാക്ടീരിയാസിനെ ഒന്നും റിമൂവ് ചെയ്യുന്നില്ല. ക്യാൻ ബി സെൻസിറ്റീവ് ടു ഫൗളിംഗ് ആൻഡ് ക്ലോഗിങ്. അതാണ് രണ്ടാമത് പറയുന്ന ഒരു ലിമിറ്റേഷൻ. നെക്സ്റ്റ് പറയുന്നത് MF സിസ്റ്റംസ് ആണ്. അപ്പം 2 സിസ്റ്റംസ് ആണ് ഇതിൽ വരുന്നത്, ബാച്ച് MFഉം
കണ്ടിന്യൂസ് എം എഫും. ബാച്ച് എം എഫിൽ പറയുന്നത് മിൽക്ക് ഈസ് പ്രോസസ്ഡ് ഇൻ ബാച്ചസ് വിത്ത് മെംബ്രെയിൻ ക്ലീൻഡ് ആൻഡ് സാനിറ്റൈസ്ഡ് ബിറ്റ്വീൻ ബാച്ചസ്. അപ്പോൾ ഈ മിൽക്ക് പ്രോസസ്സ് ചെയ്യുന്നത് ബാച്ചസ് ആയിട്ടായിരിക്കും, വിത്ത് മെംബ്രെയിൻ ക്ലീൻഡ് ആൻഡ് സാനിറ്റൈസ്ഡ് ബിറ്റ്വീൻ ബാച്ചസ്. ഈ ബാച്ചസിൻ്റെ ഇടയിലായിട്ട് ക്ലീൻഡ് ആയിട്ടുള്ള മെംബ്രെയിൻസും ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് എം എഫ് ഇവിടെ പറയുന്നത് മിൽക്ക് ഈസ് പ്രോസസ്ഡ് കണ്ടിന്യൂസ്ലി. മിൽക്ക് പ്രോസസ്സ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി ആയിരിക്കും, വിത്ത് ദ മെംബ്രെയിൻ ക്ലീൻഡ് ആൻഡ് സാനിറ്റൈസ്ഡ് ഡ്യൂറിങ് ഓപ്പറേഷൻ. ഈ ഒരു ഓപ്പറേഷൻ്റെ സമയത്ത് ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു മെംബ്രെയിൻ എന്ന് പറയുന്നത് ക്ലീൻഡ് ആൻഡ് സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള മെംബ്രെയിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മിൽക്ക് പ്രോസസ്ഡ് എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് ഫിൽട്രേഷനിൽ സെക്കൻഡ് സ്റ്റെപ്പാണ് അൾട്രാ ഫിൽട്രേഷൻ അല്ലെങ്കിൽ UF എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. UF uses semi-permeable membrane with pores smaller than 0.1 ppm to separate macromolecules such as protein, fat from milk. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഈ UF എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ പോർ സൈസ് വരുന്നത് 0.1 ppm ആയിരിക്കും. ഇത് മിൽക്കിൽ നിന്നുള്ള ഫാറ്റ്, മാക്രോമോളിക്യൂൾസ്, പ്രോട്ടീൻസ് എന്നിവയെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ സ്റ്റാൻഡർഡൈസേഷൻ, ചീസ് മിൽക്ക് പ്രിപ്പറേഷൻ, വേ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ, മിൽക്ക് പ്രോട്ടീൻ ഐസോലേറ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന മെംബ്രെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പോളിമറിക് മെംബ്രെയിൻസ്, അതുപോലെ തന്നെ സെറാമിക് മെംബ്രെയിൻസ്, മെംബ്രെയിൻ മൊഡ്യൂൾസ്, ഇതെല്ലാമാണ് ഇവിടെ യൂസ് ചെയ്യുന്ന മെംബ്രെയിനുകൾ എന്ന് പറയുന്നത്, മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 to 60 ഡിഗ്രി ഉള്ളിലായിരിക്കണം. പ്രഷർ 2 to 5 ബാർ ആയിരിക്കണം. അതുപോലെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 1 to 10 m3/h ആയിരിക്കണം. ഇതാണ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ വരുന്നത്. ദെൻ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നോക്കാം. അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ഹൈ പ്രോട്ടീൻ റിക്കവറി ആണ് ഇവിടെ നടക്കുന്നത്. ലോ എനർജി കൺസംഷനാണ് ഇവിടെ ആവശ്യമുള്ളൂ. ദെൻ ഈസി ടു ക്ലീൻ ആയിരിക്കും, അതുപോലെ തന്നെ ഈസി ടു മെയിൻറ്റെയിൻ ആണ്. ആറാമത് പറയുന്നത് ലിമിറ്റേഷനാണ്. അപ്പോൾ ലിമിറ്റേഷനിൽ വരുന്നത് മേ നോട്ട് റിമൂവ് ഓൾ സ്മോളർ മോളിക്യൂൾസ്, എക്സാമ്പിൾ ലാക്ടോസ്, മിനറൽസ്. അപ്പോൾ ലാക്ടോസ്, മിനറൽസ് പോലുള്ള എല്ലാ സ്മോളർ മോളിക്യൂൾസിനും ഇത് റിമൂവ് ചെയ്യുന്നില്ല. ദെൻ ക്യാൻ ബി സെൻസിറ്റീവ് ടു ഫൗളിംഗ് ആൻഡ് ക്ലോഗിങ്. അതാണ് നെക്സ്റ്റ് വരുന്നൊരു ലിമിറ്റേഷൻ. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് US സിസ്റ്റംസ് ആണ്. ഇതും രണ്ട് തരത്തിലാണുള്ളത്. ബാച്ച് UF ഉണ്ട്, കണ്ടിന്യൂസ് UF ഉണ്ട്. ബാച്ച് UFൽ നമ്മൾ സെയിം പറഞ്ഞ പോലെ തന്നെയാണ്, ബിറ്റ്വീൻ ബാച്ചസ് ആയിട്ട് സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലീൻഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഇത് ബാച്ചസ് ആയിട്ടാണ് മിൽക്ക് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് UF ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ്ലി ആണ് മിൽക്ക് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. അവിടെയും ഈ ഒരു ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ ഒരു സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ക്ലീൻഡ് ആയിട്ടുള്ള മെംബ്രെയിനും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് നാനോ ഫിൽട്രേഷനാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ നാനോ ഫിൽട്രേഷൻ യൂസേഴ്സ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ വിത്ത് പോർ സൈസ് സ്മോളർ ദാൻ 0.001 ppm ടു സെപ്പറേറ്റ് സ്മോൾ മോളിക്യൂൾസ് സച്ച് ആസ് ഷുഗേഴ്സ്, ആസിഡ് ആൻഡ് സോൾട്ട് ഫ്രം മിൽക്ക്. അതായത് ഈ നാനോ ഫിൽട്രേഷനിൽ യൂസ് ചെയ്യുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ പോർ സൈസ് എന്ന് പറയുന്നത് 0.001 ppm ആയിരിക്കും ആ ഒരു സൈസ് വരുന്നത്. ഇത് ഷുഗർ, ആസിഡ്, സോൾട്ട് പോലുള്ള സ്മോൾ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്, മിൽക്കിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇതിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ലാക്ടോസിൻ്റെ റിമൂവൽ, മിനറൽ റിഡക്ഷൻ, ആസിഡ് റിമൂവൽ, വാട്ടർ സോഫ്റ്റനിങ്, ഇതൊക്കെയാണ് അപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഇനി NF മെംബ്രെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പോളിമറിക് മെംബ്രെയിൻസ്, ഇപ്പോൾ എക്സാമ്പിൾ പോളിഅമൈഡ്, പോളിവിനൈലൈഡിൻ ഫ്ലൂറൈഡ്. ദെൻ സെറാമിക് മെംബ്രെയിൻസ്, മെംബ്രെയിൻ മൊഡ്യൂൾസിൽ വരുന്നതാണ് സ്പൈറൽ വോണ്ട്, ഹോളോ ഫൈബേഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ 3 മെംബ്രെയിൻസ് ആണ് ഇതിൽ വരുന്നത്. ഏതൊക്കെയായിരുന്നു? പോളിമറിക് മെംബ്രെയിൻസ്, സെറാമിക് മെംബ്രെയിൻസ്, മെംബ്രെയിൻ മൊഡ്യൂൾസ്. ഇത് തന്നെയാണ് സെയിം വന്നിട്ടുള്ളത്.
ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ആണ്. ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിലും വരുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 to 60 ഡിഗ്രി ആയിരിക്കണം, സെൽഷ്യസ് ആയിരിക്കണം. പ്രഷർ എന്ന് പറയുന്നത് 5 to 15 ബാർ ആയിരിക്കണം. ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 1 to 10 മീറ്റർ ക്യൂബ് പെർ ഹവർ ആയിരിക്കണം. അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് ഹൈ റിമൂവൽ എഫിഷ്യൻസി ഫോർ സ്മോൾ മോളിക്യൂൾസ്, ദെൻ ലോ എനർജി കൺസംഷൻ ആണ് വരുന്നത്, ഈസി ടു ക്ലീൻ ആണ്, ഈസി ടു മെയിൻറ്റെയിനും ആണ്. ദെൻ ലിമിറ്റേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ നോട്ട് റിമൂവ് ഓൾ ലാർജർ മോളിക്യൂൾസ്. അപ്പോൾ ലാർജർ ആയിട്ടുള്ള എല്ലാ മോളിക്യൂൾസിനും ഇത് റിമൂവ് ചെയ്യുന്നില്ല. ദെൻ എക്സാമ്പിൾ ഇപ്പോൾ പ്രോട്ടീൻ, ഫാറ്റ്. അപ്പോൾ പ്രോട്ടീൻ, ഫാറ്റ് പോലുള്ള ലാർജർ മോളിക്യൂൾസിന് ഇത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ദെൻ ക്യാൻ ബി സെൻസിറ്റീവ് ടു ഫോളിങ് ആൻഡ് ക്ലോഗിങ്. അപ്പോൾ അതും ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് വരുന്നത്. ദെൻ റിവേഴ്സ് ഓസ്മോസിസ് ആണ് പറയുന്നത്. അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. റിവേഴ്സ് ഓസ്മോസിസ് യൂസസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ വിത്ത് പോസ് സ്മോളർ ദാൻ 0.0001 μm to separate water from milk, removing impurities and producing a concentrated milk product. റിവേഴ്സ് ഓസ്മോസിസിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസിൽ യൂസ് ചെയ്യുന്ന സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ പോസ് സൈസ് എന്ന് പറയുന്നത് സ്മോളർ ദാൻ 0.0001 μm ആയിരിക്കും. അതെന്ത് ചെയ്യുന്നു? മിൽക്കിൽ നിന്നും വാട്ടറിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, കൂടാതെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നു. ദെൻ എന്നിട്ട് ഈ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്റ്റിനെ അത് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റിവേഴ്സ് ഓസ്മോസിസിൽ വരുന്ന പ്രിൻസിപ്പിൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പോർ സൈസ് എന്ന് പറയുന്നത് സ്മോളർ ദാൻ 0.0001 μm ആയിരിക്കും. ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിൽക്ക് കോൺസെൻട്രേഷൻ, വേ കോൺസെൻട്രേഷൻ, ലാക്ടോസ് ഫ്രീ മിൽക്ക് പ്രൊഡക്ഷൻ, മിൽക്ക് പ്രോട്ടീൻ ഐസോലേറ്റ് പ്രൊഡക്ഷൻ, ഇതെല്ലാമാണ് ഇതിൽ വരുന്ന അപ്ലിക്കേഷൻസ്. അപ്ലിക്കേഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. RO അപ്ലിക്കേഷൻ ഇൻ മിൽക്ക് പ്രോസസ്സിംഗ്. ഫസ്റ്റ് മിൽക്ക് കോൺസെൻട്രേഷൻ ആണ് പറയുന്നത്. റിവേഴ്സ് ഓസ്മോസിസ് ഈസ് യൂസ്ഡ് ടു കോൺസെൻട്രേറ്റ് മിൽക്ക് ഫോർ ചീസ് പ്രൊഡക്ഷൻ, യോഗേർട്ട് പ്രൊഡക്ഷൻ ഓർ അതർ അപ്ലിക്കേഷൻസ്. ഇനി വേ കോൺസെൻട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ RO ഈസ് യൂസ്ഡ് ടു കോൺസെൻട്രേറ്റ് വേ ഫോർ യൂസ് ഇൻ വാരിയസ് ആപ്ലിക്കേഷൻ. പലതരത്തിലുള്ള ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു വേനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നു. ലാക്ടോസ് ഫ്രീ മിൽക്ക് പ്രൊഡക്ഷൻ ആണെങ്കിൽ RO ഈസ് യൂസ്ഡ് ടു റിമൂവ് ലാക്ടോസ് ഫ്രം മിൽക്കിൽ നിന്നും ലാക്ടോസിനെ റിമൂവ് ചെയ്തിട്ട് ലാക്ടോസ് ഫ്രീ പ്രൊഡക്റ്റുകളുടെ ഉണ്ടാക്കാനായിട്ട് അത് സഹായിക്കുന്നു. RO മെംബ്രെയിൻസ്, അപ്പോൾ നമ്മൾ ഇത്രയും ഇതിൽ പറഞ്ഞിട്ടുള്ള സെയിം മെംബ്രെയിൻ തന്നെയാണ് ഇതിൽ വരുന്നത്. പോളിമെറിക് മെംബ്രെയിൻസ് ഉണ്ട്, സെറാമിക് മെംബ്രെയിൻസ് ഉണ്ട്, മെംബ്രെയിൻ മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ 3 മെംബ്രെയിൻസ് ആണ് RO മെംബ്രെയിൻസിൽ വരുന്നത്. ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ്. ടെമ്പറേച്ചർ ഇവിടെ 50 to 60 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് വരുന്നത്. പ്രഷർ എന്ന് പറയുന്നത് 10 to 30 ബാർ ആണ്. ഫ്ലോ റേറ്റ് 1 to 10 മീറ്റർ ക്യൂബ് പെർ ഹവർ ആണ് ഫ്ലോ റേറ്റ് വരേണ്ടത്. അപ്പോൾ ഇതാണ് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും ആണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ വാട്ടർ റിമൂവൽ എഫിഷ്യൻസി ഉണ്ട് ഈ ഒരു RO എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്. പിന്നെ ലോ എനർജി കൺസംഷനാണ് വരുന്നത്. ഇത് ഈസി ടു ക്ലീൻ ആണ്, ഈസി ടു മെയിൻറ്റെയിൻ കൂടിയാണ്. ദെൻ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ മേ നോട്ട് റിമൂവ് ഓൾ ലാർജർ മോളിക്യൂൾസ്. പ്രോട്ടീൻസ്, ഫാറ്റ്സ് പോലുള്ള ലാർജർ മോളിക്യൂൾസിനെ ഇത് റിമൂവ് ചെയ്യുന്നില്ല. ദെൻ സെക്കൻഡ് പറയുന്നത് ക്യാൻ ബി സെൻസിറ്റീവ് ടു ഫോളിങ് ആൻഡ് ക്ലോക്കിംഗ്. ദെൻ RO സിസ്റ്റംസ് ആണ് പറയുന്നത്. ഇതും 2 സിസ്റ്റംസ് തന്നെയാണുള്ളത്. കണ്ടിന്യൂസ് RO ഉണ്ട്, അതുപോലെ തന്നെ ബാച്ച് RO ഉണ്ട്. അപ്പോൾ ബാച്ച് ROയിൽ വരുന്നത് ബാച്ചസ് ആയിട്ടായിരിക്കും. ഇതിലൊരു ക്ലീൻഡ് ആയിട്ടുള്ള സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ബിറ്റ്വീൻ ബാച്ചസ് ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ മിൽക്ക് പ്രോസസ്ഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ആണ് അവിടെ നടക്കുന്നത്. അവിടെയും ഒരു ക്ലീൻഡ് ആയിട്ടുള്ള സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ഉണ്ടായിരിക്കും ഡ്യൂറിങ് ഓപ്പറേഷൻ. നെക്സ്റ്റ് പറയുന്നത് ക്ലാരിഫിക്കേഷൻ മെത്തേഡുകളാണ്. ക്ലാരിഫിക്കേഷനിൽ വരുന്നത് സെൻട്രിഫ്യൂഗേഷൻ വരുന്നുണ്ട്, സെഡിമെൻറ്റേഷൻ വരുന്നുണ്ട്, ഫിൽട്രേഷൻ, മൈക്രോ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ യൂസസ് സെൻട്രിഫ്യൂഗ് ടു സെപ്പറേറ്റ് ഇംപ്യൂരിറ്റീസ് ഫ്രം മിൽക്കിൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സെൻട്രിഫ്യൂജ് യൂസ് ചെയ്യുന്നുണ്ട്. സെഡിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അലൗസ് ഇംപ്യൂരിറ്റീസ് ടു സെറ്റിൽ ടു ദ ബോട്ടം ഓഫ് എ ടാങ്കിൻ്റെ ബോട്ടത്തിലായിട്ട് ഇംപ്യൂരിറ്റീസിനെ സെറ്റിൽ ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നുണ്ട്. ദെൻ ഫിൽട്രേഷൻ ഉണ്ട്, അവിടെ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇംപ്യൂരിറ്റീസ്, മിൽക്കിൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നു.
മൈക്രോ ഫിൽട്രേഷൻ, അൾട്രാ ഫിൽട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ സെമി പെർമിയബിൾ ആയിട്ടുള്ള മെംബ്രെയിൻസ് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലാരിഫിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ സെൻട്രിഫ്യൂജ് വരുന്നുണ്ട്. ദ മെഷീൻ ദാറ്റ് യൂസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ടു സെപ്പറേറ്റ് ഇമ്പ്യൂരിറ്റീസ്. സെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു മെഷീനാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ സെഡിമെൻറ്റേഷൻ ടാങ്ക്സ്. ടാങ്ക് എന്ന് പറയുമ്പോൾ ഇമ്പ്യൂരിറ്റീസിനെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു ടാങ്ക് വരുന്നുണ്ട്. ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിസിക്കൽ ബാരിയർ, ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനുള്ള ഫിസിക്കൽ ബാരിയർ ഇത് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ് ഫിൽറ്റേഴ്സ്. MFUR സിസ്റ്റത്തിലാണെങ്കിൽ സിസ്റ്റംസ് ദാറ്റ് യൂസ് സെമി പെർമിയബിൾ മെംബ്രെയിൻസ്. സെമി പെർമിയബിൾ മെംബ്രെയിൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാരിഫിക്കേഷൻ്റെ ബെനിഫിറ്റ്സ് ആണ്. അവിടെ എന്തൊക്കെ ബെനിഫിറ്റ്സാണ് വരുന്നത്? ഫസ്റ്റ് പറയുന്ന ഒരു ബെനിഫിറ്റ്സ് ഇംപ്രൂവ്ഡ് മിൽക്ക് ക്വാളിറ്റി. മിൽക്ക് ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. റിമൂവ് ഇമ്പ്യൂരിറ്റീസ് ആൻഡ് ഇംപ്രൂവ് മിൽക്ക് ഓവറോൾ ക്വാളിറ്റി. ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് മിൽക്കിൻ്റെ ഓവറോൾ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. രണ്ടാമതായിട്ട് വരുന്ന ഒരു ബെനിഫിറ്റാണ് ഇൻക്രീസ്ഡ് ഷെൽഫ് ലൈഫ്. റിഡ്യൂസസ് സ്പോയിലേജ് ആൻഡ് എക്സ്റ്റെൻഡ്സ് ഷെൽഫ് ലൈഫ്. അങ്ങനെ സ്പോയിലേജ് റിഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദെൻ മൂന്നാമതായിട്ട് വരുന്നൊരു ബെനിഫിറ്റാണ് എൻഹാൻസ്ഡ് ഫ്ലേവർ ആൻഡ് ടെക്സ്ചർ. അപ്പോൾ എന്താ ചെയ്യുന്നത്? റിമൂവ്സ് ഓഫ് ഫ്ലവേഴ്സ് റിമൂവ് ചെയ്തിട്ട് ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നു. കംപ്ലൈൻസ് വിത്ത് റെഗുലേഷൻസ്. മീറ്റ് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ഫോർ മിൽക്ക് ക്വാളിറ്റി. ദെൻ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത് സെൻട്രിഫ്യൂഗേഷൻ യൂസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ടു സെപ്പറേറ്റ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്നും ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സുകളാണ്. ടൈപ്സ് ഓഫ് സെൻട്രിഫ്യൂജസ്: ക്രീം സെപ്പറേറ്റേഴ്സ്, ക്ലാരിഫയിങ് സെൻട്രിഫ്യൂജസ്, ബാക്ടോഫ്യൂജസ് ഫോർ റിമൂവിങ് ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ബാക്ടോഫ്യൂജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഈ ഒരു സെൻട്രിഫ്യൂഗേഷൻ്റെ ഓപ്പറേഷൻ കണ്ടീഷൻസ് ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 to 50 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. സ്പീഡ് വരുന്നത് 3000 to 10,000 RPM ആയിരിക്കണം. ദെൻ ടൈം പറയുന്നത് 5 to 30 മിനിറ്റ്സ് ആണ്. ഇതാണ് ഓപ്പറേഷൻ കണ്ടീഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും എന്താ നോക്കാം. അഡ്വാൻറ്റേജസിൽ വരുന്നത് ഹൈ എഫിഷ്യൻസി ഇൻ റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റീസിൻ്റെ റിമൂവിങ്ങിൽ ഒരു ഹൈ എഫിഷ്യൻസിയാണ് ഇതിനുള്ളത്. ഈസി ടു ഓപ്പറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ. നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ ഈസിയാണ്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈസി ആയിരിക്കും. ക്യാൻ ബി യൂസ്ഡ് ഫോർ വാരിയസ് മിൽക്ക് ടൈപ്പ്. പലതരത്തിലുള്ള മിൽക്ക് ടൈപ്പിന് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി അഞ്ചാമതായിട്ട് പറയുന്നത് ലിമിറ്റേഷനാണ്. മെ നോട്ട് റിമൂവ് ഓൾ സ്മോളർ ഇമ്പ്യൂരിറ്റീസ്. ബാക്ടീരിയ, സ്പോർസ് പോലുള്ള സ്മോളർ ഇമ്പ്യൂരിറ്റീസിനെ ഇത് റിമൂവ് ചെയ്യുന്നില്ല. ദെൻ രണ്ടാമത് പറയുന്ന ഒരു ലിമിറ്റേഷൻ ക്യാൻ ബി സെൻസിറ്റീവ് ടു ഫീഡ് ക്വാളിറ്റി ആൻഡ് ഫ്ലോ റേറ്റ്. ഇത് ഫീഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ഫ്ലോ റേറ്റ് ഇതിനോട് ഇത് വളരെ സെൻസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. ദെൻ സെൻട്രിഫ്യൂജിൻ്റെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ഇതിനൊരു ബൗൾ ഉണ്ടായിരിക്കും. ബൗൾ എന്ന് പറയുമ്പോൾ ദ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദ സെൻട്രിഫ്യൂജ് ഫോർ സെപ്പറേഷൻ ഒക്കേഴ്സ്. ബൗൾ എന്ന് പറയുമ്പോൾ ഈ ഒരു സെൻട്രിഫ്യൂജിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ് ബൗൾ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് സെപ്പറേഷൻ നടക്കുന്നത്. ദെൻ രണ്ടാമത് വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഡിസ്ക് സ്റ്റോക്ക്. അപ്പം ഈ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഓഫ് ഡിസ്ക് ദാറ്റ് സെപ്പറേറ്റ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം മിൽക്ക്. പിന്നെ ഒരു ഫീഡ് ഇൻലെറ്റ് ഉണ്ടായിരിക്കും വേർ മിൽക്ക് എൻറ്റേഴ്സ് ദ സെൻട്രിഫ്യൂജ്. മിൽക്ക് സെൻട്രിഫ്യൂജിലോട്ട് എൻ്റർ ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഫീഡ് ഇൻലെറ്റ്. ദെൻ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരിക്കും. ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ ഈ ക്ലാരിഫൈഡ് ആയിട്ടുള്ള മിൽക്ക് അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസൊക്കെ എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെഡിമെൻറ്റേഷൻ ആണ്. സെഡിമെൻറ്റേഷൻ്റെ പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ സെഡിമെൻറ്റേഷൻ യൂസസ് ഗ്രാവിറ്റി ടു സെപ്പറേറ്റ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം മിൽക്ക്. അപ്പോൾ മിൽക്കിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സെഡിമെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത് ഗ്രാവിറ്റിയാണ്. ടൈപ്സ് ഓഫ് സെഡിമെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലാണുള്ളത്. സ്റ്റാറ്റിക് സെഡിമെൻറ്റേഷൻ, അതിന് എക്സാമ്പിൾ വരുന്നത് സെറ്റിലിംഗ് ടാങ്ക് ആണ്. ദെൻ ഡൈനാമിക് സെഡിമെൻറ്റേഷൻ വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ വരുന്നത് സെൻട്രിഫ്യൂഗൽ സെപ്പറേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് ആണ്. ടെമ്പറേച്ചർ ഒരു 40 to 50 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ടൈം 30 minutes to several hours ആവാം. ദെൻ ടാങ്കിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കോണിക്കലോ അല്ലെങ്കിൽ അത് സിലിണ്ട്രിക്കലോ ആയിരിക്കണം. അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസിൽ വരുന്നത് ലോ എനർജി കൺസംഷൻ ആണ് ഈ ഒരു പ്രോസസ്സിൽ വരുന്നത്. സിമ്പിൾ ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ ആയിരിക്കും. ക്യാൻ ബി യൂസ്ഡ് ഫോർ വാരിയസ്
മിൽക്ക് ടൈപ്സ്, പലതരത്തിലുള്ള മിൽക്ക് ടൈപ്പിന് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ ലോവർ എഫിഷ്യൻസി കമ്പയർഡ് ടു സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ലോവർ എഫിഷ്യൻസിയാണ് ഇത് കാണിക്കുന്നത്. റിക്വേഴ്സ് ലാർജർ ടാങ്ക് വോളിയം, അപ്പോൾ ഇവിടെ ഒരു ലാർജർ ടാങ്ക് വോളിയം ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ലിമിറ്റേഷനാണ് ക്യാൻ ബി സെൻസിറ്റീവ് ടു ഫീഡ് ക്വാളിറ്റി ആൻഡ് ഫ്ലോറേറ്റിനോടും ഫീഡ് ക്വാളിറ്റിയോടും ഇത് സെൻസിറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. ദെൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ കോണിക്കൽ ബോട്ടം ആയിരിക്കണം. ദാറ്റ് അലോസ് ഫോർ ഈസി റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ്. സിലിണ്ട്രിക്കൽ ബോഡി ആയിരിക്കണം. പ്രൊവൈഡ്സ് ലാർജ് സർഫേസ് ഏരിയ ഫോർ സെഡിമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു ലാർജ് സർഫേസ് ഏരിയ അത് തരുന്നുണ്ട്. ദെൻ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഡിസൈൻഡ് ഫോർ സ്മൂത്ത് ഫ്ലോ ആൻഡ് മിനിമൽ ഡിസ്റ്റർബൻസ്.